Praise the Lord. I bring greetings to all our brothers and sisters who are sitting at home listening to the message. I ask that God will give you His peace wherever you are, and we ask God continuous mercy on you and your family. ഭവനങ്ങളിലിരുന്ന് ഈ വചനം ശ്രവിക്കുന്ന എന്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവനാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വർഗീയ സമാധാനത്താൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. As we are on the subject of calamity, as the world is in a pandemic, I thought we will have a message around the same subject today. ലോകം ഇപ്പോൾ ഒരു കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെ അതോടൊപ്പം തന്നെ പകർച്ചവ്യാധിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ വിഷയത്തിന്റെ കേന്ദ്ര വിഷയമായിട്ട് സമാനമായ ഒരു വിഷയം എടുക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Now, is one of the questions that we always ask is God aware? Is God in control of all what is happening in the world today? നാം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവം അതിനെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. Is there a purpose behind what we are facing today? നാം ഇന്ന് നേരിടുന്ന കാര്യങ്ങളുടെ പിറകിൽ ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടോ? In the Bible we have a lot of calamities. We have the flood of Noah in the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലത്തെ പ്രളയത്തെ കുറിച്ച് പറയുന്നു. വേദപുസ്തകത്തിൽ അനേകം രീതിയിലുള്ള കലുഷിതമായ സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. Famine at the time of Joseph. യോസെഫിന്റെ സമയത്തെ മഹാക്ഷാമത്തെ കുറിച്ച് പറയുന്നു. Plagues in Egypt. ഈജിപ്തിലെ വ്യാധികൾ. Pestilence at the time of David. ദാവീദിന്റെ കാലത്തെ വിഷമതകൾ. We had drought and famine in the time of Elijah and Elisha, and it goes on. ഏലിയാവിന്റെയും ഏലിശയുടെയും സമയത്തിൽ ഉണ്ടായിരുന്ന ക്ഷാമവും അതുപോലെ ഉള്ള പ്രശ്നങ്ങളും. All this has a purpose, and God had a hand in it, and we believe that God is in control. ഈ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ടായിരുന്നു. ദൈവത്തിന്റെ കരം അതിന് പിറകിലുണ്ടായിരുന്നു. നാം വിശ്വസിക്കുന്നത് ദൈവമാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നാണ്. The topic that I would like to talk about is called the finger of God. ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവാങ്കുലി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിരൽ എന്നുള്ള വിഷയമാണ്. 4 passages related to the finger of God. ദൈവത്തിന്റെ വിരലിനോട് അനുബന്ധിച്ച് ഉള്ള 4 വേദഭാഗങ്ങൾ. Let's look at the first passage, Exodus chapter 8, 16 to 19. നമുക്ക് ആദ്യത്തെ വേദഭാഗത്തേക്ക് ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. Not going very much in depth. This passage is talking about the plagues that plagued the land of Egypt. മിസ്രൈമിൽ ഉണ്ടായിരുന്ന പകർച്ചവ്യാധികളെ കുറിച്ചാണ് ഈ വേദഭാഗം വിശദീകരിക്കുന്നത്. Now it's a tragedy, but the scriptures focuses 6 chapters on the plague. ഇത് വലിയൊരു ദുരന്തമാണ്. എന്നാൽ വേദപുസ്തക ഭാഗം ഏകദേശം 6 അധ്യായങ്ങൾ ഈ പകർച്ചവ്യാധിയെ കുറിച്ച് വിവരിക്കുന്നു. And this has been frequently referenced in the Old Testament and the New Testament. അനേക ഭാഗങ്ങളിൽ പഴയ നിയമത്തിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിലും ഇത് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. It is very important to the history of Israel and to the institution of the Passover. ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പെസഹയുടെ സ്ഥാപനത്തോടുള്ള ബന്ധത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. As we start the passage, we see in Exodus chapter 3, 19 to 20. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ God talks to Moses. മോശയോട് ദൈവം സംസാരിക്കുന്നു. But I'm sure that the king of Egypt will not let you go, nor even by a mighty hand. So I will stretch out my hand, strike Egypt with all my wonders, which I will do in the midst. After that, he will let you go. എന്നാൽ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കൈ നീട്ടി മിസ്രയീമിന്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും. അതിന്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും. The first encounter that Moses had with the Pharaoh, he asked for a 3 days journey to the desert to offer sacrifices to the Lord. ആദ്യമായി ഫറവോനുമായിട്ട് മോശെ മുഖാമുഖം സംസാരിച്ചപ്പോൾ ഒരു 3 ദിവസം മരുഭൂമിയിലേക്ക് കടന്നുപോയി ദൈവത്തിന് യാഗം അർപ്പിക്കുവാനുള്ള സാവകാശമാണ് മോശെ ചോദിച്ചത്. Pharaoh denies that and said this was because they were trying to get off work and they're trying to be idle. ഫറവോൻ അത് നിരസിക്കുകയും ജനങ്ങൾ മടിയന്മാരായിരിക്കുന്നത് കൊണ്ട് തന്നെ വേലയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിക്കുകയും ചെയ്തു. As we read the passage in the reference to the finger of God is referred to in the 3rd plague, the plague of the lice. മൂന്നാമത്തെ വ്യാധിയിലാണ് ദൈവത്തിന്റെ വിരൽ എന്നുള്ള കാര്യം അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. Now in the passage we read the 3rd plague,
the magicians and the occults tried to replicate the plague, but they saw that they couldn't, and they called it supernatural and said, "This is the finger of God." മൂന്നാമത്തെ വ്യാധിയുടെ സമയത്ത് ഫറവോന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മന്ത്രവാദികളും അതുപോലെയുള്ള ആൾക്കാരും അതിനെ ഒന്ന് അനുകരിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവർക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അവർ പറഞ്ഞു, ഇത് അതീന്ദ്രിയ ശക്തിയാണ്, ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന്. The first two plagues they were able to replicate. ആദ്യത്തെ രണ്ട് വ്യാധികളും അവർക്ക് അനുകരിക്കുവാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിനെ പുനരാവിഷ്കരിക്കുവാൻ കഴിഞ്ഞിരുന്നു. They were not able to stop the plague, but they were able to replicate it. They made the situation worse. അവർക്ക് ആ വ്യാധിയെ നിർത്തുവാൻ കഴിഞ്ഞിരുന്നില്ല, തടയുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ വ്യാധി അതുപോലെ തന്നെ അവർക്കും അനുകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആവർത്തിക്കുവാനായിട്ട് സാധിച്ചിരുന്നു. So this is the finger of God. ഇത് ദൈവത്തിന്റെ വിരൽ ആകുന്നു. The finger of God here shows, firstly, God's infinite power and His providence. ഒന്നാമതായി ദൈവത്തിന്റെ വിരൽ ഇവിടെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ദൈവത്തിന്റെ അനന്തമായ ശക്തിയും കരുതലിനെയും കുറിക്കുന്നു. Now the plague is set in triplets, in three. Let's look at that one at a time. ഈ വ്യാധികൾ എന്നുള്ളത് മൂന്നിന്റെ ഗുണിതങ്ങളായിട്ടാണ് അവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. The plagues were given or set out for a particular purpose. ആ ദുരിതങ്ങൾ വ്യാധികൾ നൽകിയത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. In the first set of plagues, the first three, ആദ്യത്തെ മൂന്ന് കൂട്ടം വ്യാധികൾ, in verse 7 verses 17, it says that you, Pharaoh, will know that I am God. Pharaoh would come to know who Yahweh is and His dynamic power. And that was His purpose for the first three plagues. ആദ്യത്തെ മൂന്ന് വ്യാധികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 7-17 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. അതായിരുന്നു ആദ്യത്തെ മൂന്ന് കൂട്ടം വ്യാധികളുടെ പ്രധാന ലക്ഷ്യം. When we look at Pharaoh, Pharaoh saw himself as God. ഫറവോനെ നോക്കുമ്പോൾ നാം കാണുന്നത് ഫറവോൻ തന്നെത്താൻ ദൈവം എന്ന് കരുതിയിരുന്നു. All the things that he has in the kingdom was because of his hard work and because of his power. രാജ്യത്തുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഫറവോന്റെ കഠിനാധ്വാനവും സ്വാധീന ശക്തിയും മൂലം ഉണ്ടായതാണ്. His pride was not willing to accept for another God. അവന്റെ അഹങ്കാരം മറ്റൊരു ദൈവത്തെ അംഗീകരിക്കുവാൻ അവനെ അനുവദിച്ചില്ല. Or the true God. അല്ലെങ്കിൽ യഥാർത്ഥമായ ദൈവത്തെ അംഗീകരിക്കുവാൻ. The second set of plague, രണ്ടാമത്തെ വ്യാധികളുടെ കൂട്ടം, it shows God's overseeing providence and guidance to His people and the whole land in itself. രണ്ടാമത്തെ വ്യാധികളുടെ കൂട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുതലും അതോടൊപ്പം തന്നെ തന്റെ ജനങ്ങളെ കുറിച്ചുള്ള പ്രത്യേകമായ കരുതലും. In Exodus chapter 8:22 it says that you will know that I am the Lord in the midst of the land. 8-22 വാക്യത്തിൽ ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന്. Here God deals with the people of Israel separate, and He sets the people of Israel to the land of Goshen. ഇവിടെ ഇസ്രായേൽ മക്കളെ ദൈവം പ്രത്യേകമായിട്ട് കരുതുന്നു. അതോടൊപ്പം തന്നെ ഗോശൻ ദേശത്തോട്ട് അവർ കരുതുന്നു. So from then onwards, the people of Israel were not affected by the plagues. അതിനുശേഷം ഇസ്രായേൽ ജനങ്ങൾ ഈ വ്യാധികളാൽ ബാധിക്കപ്പെട്ടിരുന്നില്ല. The first three plagues, the Israel people were affected, but the plagues after, they were not affected. ആദ്യത്തെ മൂന്ന് വ്യാധികളിൽ ഇസ്രായേൽ ജനങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള വ്യാധികളിൽ ഇസ്രായേൽ ജനങ്ങൾ അവരെ ബാധിച്ചിരുന്നില്ല. What does that remind us of? എന്താണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? God is not a God who's far away, but He's present at the time of trouble. ദൈവം ദൂരസ്ഥനായ ഒരു ദൈവമല്ല, മറിച്ച് പ്രയാസങ്ങളുടെ മധ്യത്തിൽ സാന്നിധ്യം അറിയിക്കുന്ന ഒരു ദൈവമാണ്. He's close to us in times of trouble. പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവൻ നമ്മോട് വളരെ അടുത്താണ്. The third set of plagues in 9:14, it says, so that you will know that there is no one like me in all of the earth. മൂന്നാമത്തെ കൂട്ടം വ്യാധികളുടെ കാര്യം എന്ന് പറയുന്നത് 9-14 വാക്യത്തിൽ സർവ്വഭൂമിയിലും എന്നെ പോലെ മറ്റൊരുത്തനില്ല എന്ന് നീ അറിയേണ്ടതിന്. Here it shows the extent and the scope of the power of God. ദൈവത്തിന്റെ ശക്തിയുടെ സ്വാധീനത്തെ കുറിച്ച് അത് കാണിക്കുന്നു. In verse 16 it says, for this purpose I have raised you up, that I might show my power in you, and that my name be declared in all the earth. 9-16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. God uses the stubbornness of Pharaoh and his hardening to demonstrate his power, to make his name known to the whole of Egypt.
ദൈവം ഫറവോന്റെ കഠിന ഹൃദയത്തെ ഉപയോഗിച്ച് തന്റെ നാമം ആ ഇസ്രായേൽ ദേശം മുഴുവൻ, മിസ്രയീം ദേശം മുഴുവൻ പ്രസിദ്ധമാക്കുന്നതിനായി ഉപയോഗിക്കുന്നു. The plague of lice especially destroyed everything that the people of Egypt held close to. മിസ്രയീം ജനങ്ങൾ വലിയതെന്ന് കരുതിയിരുന്ന എല്ലാ കാര്യങ്ങളെയും പേൻ എന്ന വ്യാധി നശിപ്പിക്കുന്നു. The cleanliness that they had with rituals, that was destroyed. അവർക്കുണ്ടായിരുന്ന വൃത്തി അതുപോലെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു. It affected the animals. The sacred bull that they had that was used for sacrifice was unclean. അവിടെ മൃഗങ്ങൾ, അതോടൊപ്പം തന്നെ യാഗങ്ങൾക്ക് ഉപയോഗിച്ച വിശുദ്ധ മൃഗം ഒക്കെ നശിപ്പിക്കപ്പെട്ടു. Their god, called the Geb god, who was the god of the earth, had no power against it. അവരുടെ ദൈവം ഗബ് എന്നറിയപ്പെടുന്ന ദൈവം, ആ ദൈവത്തിന് യാതൊരു ശക്തിയുമില്ലെന്ന് തെളിയിക്കപ്പെട്ടു. The dust of the Egypt was turned into lice. ഈജിപ്തിലെ പൊടി പേനായി മാറി. It shows God's creative power. അത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിന് മേലുള്ള അധികാരത്തെ, ശക്തിയെ കാണിക്കുന്നു. In 2 Peter chapter 3 verse 5, it talks about the last days. For this they willingly forgot that by the word of God the heavens were of the old, and the earth standing out of the water and in water. It was all made by God. In 2 Peter chapter 3 verse 5. Everything is all by God. 2 പത്രോസ് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. എല്ലാം ദൈവത്താലാണ്. Everything in the world is sustained by God, and He is aware of what's happening in our world today. ലോകത്തിലുള്ള എല്ലാം ദൈവത്താൽ നിലനിർത്തപ്പെടുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും ദൈവം അറിവുള്ളവനാണ്. We see the Pharaoh's heart was hardened, and that is the reaction of many people today who are engrossed in their own gods, like money, lust, and the things of this world. നാം കാണുന്നു ഫറവോന്റെ ഹൃദയം കഠിനമാക്കപ്പെട്ടു എന്ന് കാണുന്നു. അതുതന്നെയാണ് ഇന്നത്തെ ലോകത്തിലും ജനങ്ങളുടെ ഹൃദയത്തിൽ അവരവരുടേതായ ദൈവം, അത് പണമാകട്ടെ തങ്ങളുടെ മോഹങ്ങളാകട്ടെ, അതിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കാര്യവും. When we look at the hardening of heart, there's 10 places where Pharaoh hardened his heart by himself, and 10 places where God hardened Pharaoh's heart. നാം ഹൃദയം കഠിനമാക്കിയതിനെ കുറിച്ച് കാണുമ്പോൾ ഏകദേശം 10ഓളം സ്ഥലങ്ങളിൽ ഫറവോ തന്റെ ഹൃദയം സ്വയമായി കഠിനമാക്കി എന്ന് കാണുന്നു. അതോടൊപ്പം തന്നെ 10ഓളം സ്ഥലങ്ങളിൽ ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കി എന്നും കാണുന്നു. The first 5 plagues, Pharaoh hardened his heart. ആദ്യത്തെ 5 സ്ഥലങ്ങളിൽ ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കി. When God revealed himself in power, he hardened his heart, and that is the extent of the ignorance that the world that we live in today. ദൈവം തന്റെ ശക്തി പ്രദർശിപ്പിച്ചപ്പോഴൊക്കെ ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കി. അത് തന്നെയാണ് ഇന്നത്തെ ലോകത്തിലും അറിവില്ലായ്മ മൂലം സംഭവിക്കുന്നത്. He failed to acknowledge the Creator. He continued to do whatever he was doing and failed to acknowledge the great God. അവൻ ചെയ്തിരുന്നത് തന്നെ തുടരുകയും തന്റെ സൃഷ്ടിതാവായ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ അവൻ പരാജയപ്പെടുകയും ചെയ്തു. Whenever God wants us, it is an act of grace. നമ്മളെ ആഗ്രഹിക്കുമ്പോൾ അത് കൃപയുടെ ഒരു പ്രവൃത്തിയാണ്. If we don't heed to that warning, the grace gets withdrawn. ദൈവം നമ്മളോട് ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് കൃപയുടെ ഒരു പ്രവൃത്തിയാണ്. നാം ആ മുന്നറിയിപ്പിന് ചെവി കൊടുക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും ഭയാനകമാണ് അതിന്റെ പ്രവൃത്തി. As we read the passage, continues on in Psalm 78:52, it says, "But he made his own people go forth like sheep, and guided them in the wilderness like a flock. He led them on safely, so that they did not fear by the sea or overwhelmed by their enemies." And that's how God dealt with the people of Israel after the plagues. ഈ വ്യാധികൾക്ക് ശേഷം സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു എങ്ങനെയാണ് ദൈവം ഇസ്രായേൽ ജനങ്ങളോട് കരുതിയത്, ഇസ്രായേൽ ജനങ്ങളെ പരിപാലിച്ചത് എന്ന്. I believe through this pandemic we can be aware of the great revelation of who God is, and that God can guide us as His people through this pandemic. ഞാൻ വിശ്വസിക്കുന്നു ഈ പകർച്ചവ്യാധിയുടെ മധ്യത്തിലും നമുക്ക് ദൈവം ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി തരികയും തന്റെ ജനങ്ങൾ എന്ന രീതിയിൽ ഈ പകർച്ചവ്യാധിയുടെ മധ്യത്തിലൂടെയും ദൈവത്തിന് നമ്മെ നയിക്കുവാൻ കഴിയും എന്നുള്ളത്. The finger of God, another passage that refers to the finger of God, is Daniel chapter 5 verse 1 to 30. ദാനിയേൽ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് ദൈവത്തിന്റെ വിരൽ എന്നുള്ള മറ്റൊരു വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. But just very quickly I'll read the verses 24 and 25. Then the finger of the hand was sent from him, and his writing was written, and the inscription that was written was Mene, Mene, Tekel, Upharsin. ആകയാൽ അവനെ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. എഴുതിയിരിക്കുന്ന എഴുത്തോ മെനെ മെനെ തെക്കേൽ ഊഫർസി.
Now, we know the story of Belshazzar. I didn't want to go too much into it, but he had a great feast. He had nobles, almost 1,000 nobles, his wife and concubines, and they were having a good fun, having wine and drinks and everything else. നമുക്ക് ബെൽഷസ്സർ രാജാവിന്റെ ചരിത്രം അറിയാം. ബെൽഷസ്സർ വലിയൊരു വിരുന്ന് കഴിച്ചു. അവിടെ പ്രഭുക്കന്മാരുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഉണ്ടായിരുന്നു. During that time, he took the gold and silver vessels that he took from the temples of Jerusalem and started using it for serving wine. യെരുശലേം ആലയത്തിൽ നിന്നും അവൻ പിടിച്ചെടുത്തിരുന്ന സ്വർണ്ണ വെള്ളി തളികകൾ കൊണ്ടുവരികയും ആ പാത്രങ്ങളിൽ അവിടെ വീഞ്ഞ് പകരുകയും ചെയ്തു. After that, he praised his gods who were made of silver, bronze, wood and stone. അതിന്റെ ദൈവങ്ങളെ അദ്ദേഹം ആരാധിക്കുവാനായി തുടങ്ങി, മഹത്വപ്പെടുത്തുവാനായി തുടങ്ങി. വെള്ളി അതുപോലെയുള്ള വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയിരുന്ന ദൈവങ്ങളെ അവിടെ പുകഴ്ത്തുവാനായി തുടങ്ങി. And this was a defiance of or blasphemy of the true God. അത് തീർച്ചയായിട്ടും യഥാർത്ഥമായ ദൈവത്തിനെതിരെയുള്ള ഒരു ദൂഷണമായിരുന്നു. And suddenly at that time, a hand appeared and wrote these words on the wall. അപ്പോൾ വളരെ പെട്ടെന്ന് അവിടെ ഒരു കൈ പ്രത്യക്ഷപ്പെടുകയും ഈ വാക്കുകൾ ഭിത്തിമേൽ എഴുതുകയും We ചെയ്തു. see the king was very frightened. He was pale, and he called all the magicians to come forward to interpret what exactly was written on the wall. രാജാവ് വളരെ ഭയപ്പെടുകയും എല്ലാ മന്ത്രവാദികളെയും വിളിച്ച് ആ ഭിത്തിയിൽ എഴുതിയിരുന്നത് എന്താണ് എന്നുള്ളത് വ്യാഖ്യാനിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. And they failed to do it. And the queen mother said, "There is a man named Daniel. Call upon him because he's got the spirit of the holy God." മന്ത്രവാദികൾ അതിൽ പരാജയപ്പെട്ടപ്പോൾ രാജമാതാവ് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്, ദാനിയേൽ, അദ്ദേഹത്തെ വിളിക്കുക എന്ന് പറഞ്ഞു. He was offered gifts which he refused, and he went ahead and said exactly what it said. ദാനിയേലിന് അനേകം പ്രതിഫലങ്ങൾ നൽകിയെങ്കിലും അതൊക്കെ നിരസിക്കുകയും ദാനിയേൽ എന്താണ് ആ എഴുത്തിന്റെ അർത്ഥം എന്ന് വ്യക്തമായി പറയുകയും ചെയ്തു. He rebuked Belshazzar and said, "The king, you have ignored the lessons that his father had the same experience with God, and Nebuchadnezzar failed to acknowledge God and his power." And that's exactly what Belshazzar did. ദാനിയേൽ ബെൽഷസ്സർ രാജാവിനെ ശാസിക്കുകയും നെബൂഖദ്നേസർ രാജാവിനുണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയും അത് നീ ഗൗനിച്ചില്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. When we see in Romans chapter 13, once all power that is given to us is from God. റോമാലേഖനം 13-ാം അധ്യായത്തിൽ നാം കാണുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ്. There is no authority except from God. Authorities exist, are appointed by God. എല്ലാ അധികാര സ്ഥാനങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ്. അത് നിലനിൽക്കുന്നത് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. Nebuchadnezzar took the authority. He saw himself as king and ultimate, and all the things that he earned is because of him, and he lived the rest of his life like a beast, eating grass and without shelter. നെബൂഖദ്നേസർ രാജാവ് തന്റെ മഹത്വത്തിൽ തന്നെ അഭിരമിച്ചതുകൊണ്ട് തന്റെ ജീവിതം ഒരു പുല്ല് തിന്നുന്ന ഒരു മൃഗത്തെ പോലെ കഴിക്കേണ്ടി വന്നു. Belshazzar knew this. ബെൽഷസ്സർ രാജാവിന് അത് അറിയാമായിരുന്നു. But he was very proud, and he decided to blaspheme the true God by using the temple vessels. എന്നാൽ ബെൽഷസ്സർ രാജാവ് വളരെ അഹങ്കാരം നിറഞ്ഞവനായി യഥാർത്ഥമായ ദൈവത്തെ അവഗണിക്കുകയും ദൂഷണം പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ദൈവമന്ദിരത്തിൽ നിന്നുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. When Daniel explained these words, he said, "O king, God has numbered your kingdom and has going to put an end to it." ദാനിയേൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, രാജാവേ, നിന്റെ രാജ്യത്വത്തിന് അന്തം വരുത്തിയിരിക്കുന്നു, അതിന് ഒരു അവസാനം ഇതാ വരുത്തിയിരിക്കുന്നു. Mene, mene. മെനെ മെനെ. Repeated twice for emphasis. രണ്ടു വട്ടം അത് ആവർത്തിച്ചിരിക്കുന്നു ഊന്നി പറയുവാനായി. In Tekel, you have been weighed in the court of God, and they have found you deficient. You do not meet God's standards. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി, ദൈവത്തിന്റെ തുലാസിൽ നിന്നെ തൂക്കി നിനക്ക് കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. Upahassin means it's going to be divided. The town, the Babylon will be divided and be defeated by Medes and Persians. പെറേസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. There's no time frame given. അതിന് പ്രത്യേക ഒരു കാലഘട്ടം കൊടുത്തിരുന്നില്ല. So it happened, and overnight Belshazzar was killed. അത് വളരെ പെട്ടെന്ന് സംഭവിച്ചു. ഒരു രാത്രിക്കിപ്പുറം ബെൽഷസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. In that night before he was killed, he fulfilled his word to show forth his pride and gave Daniel the gold and the position that he promised. അവൻ കൊല്ലപ്പെടുന്നതിന് മുൻപായി അദ്ദേഹം പറഞ്ഞിരുന്ന വാക്ക് അദ്ദേഹം നിറവേറ്റി. ദാനിയേലിന് ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ഒക്കെ അദ്ദേഹം കൊടുത്തു. But he failed to acknowledge God and repent from what he did.
എന്നാൽ അദ്ദേഹം ദൈവത്തെ അംഗീകരിക്കുവാൻ മറന്നുപോയി. അതോടൊപ്പം തന്നെ താൻ ചെയ്ത കാര്യങ്ങൾക്ക് പശ്ചാത്തപിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. Brothers and sisters, pride is the evil response to the grace that God gives us. Grace of God. പ്രിയ സഹോദരി സഹോദരന്മാരെ, അഹങ്കാരം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന കൃപയ്ക്കുള്ള ഒരു തെറ്റായ ഒരു പ്രതികരണമാണ്. Taking personal credit for what God has done in our lives. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള അതിന്റെ കഴിവ് നമ്മുടേതാണെന്ന് നടിക്കുന്നത്. Pride was the cause of death for Nebuchadnezzar and became the cause of death for Belshazzar as well. നെബൂഖദ്നേസർ രാജാവിനും അതോടൊപ്പം തന്നെ ബെൽഷസ്സർ രാജാവിന്റെയും മരണത്തിന്റെ കാരണം അഹങ്കാരമായിരുന്നു. The world sees pride as a virtue. ലോകം അഹങ്കാരം എന്നുള്ളത് ഒരു ഗുണമായി കാണുന്നു, ഒരു നന്മയായി കാണുന്നു. Everybody wants to strive better than the other. എല്ലാവരും മറ്റുള്ളവനേക്കാൾ മികച്ചവനാകാൻ ആഗ്രഹിക്കുന്നു. There was an incident we had in Melbourne where an incident in the roads of Victoria where a man who was in fact being caught by the police, and he was a truck went through the police, and this man basically stood and scorned at the police officer who was dying. Said, "Why? Well, you deserve it because you have ruined my Porsche." നമ്മുടെ മെൽബണിലുണ്ടായ ഒരു ദുരന്താനുഭവം നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. ഒരു മനുഷ്യന്റെ കാറ് പോലീസ് പിടിച്ചു വെച്ചപ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടായി. പോലീസ് മരണത്തെ നേരിട്ടപ്പോൾ ആ മനുഷ്യൻ ആ പോലീസിന് നേരെ ഇങ്ങനെ പറഞ്ഞു, "എന്റെ പോഷ്, എന്റെ വിലയേറിയ കാറ് നിങ്ങൾ പിടിച്ചു വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്" എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നാം ഒക്കെ വായിച്ചറിഞ്ഞതാണ്. I was reflecting on the story, a man who was probably what the world would call an ideal man, a broker who's got self-sufficient, he's got a lot of money, he's got cars, he's got the house that he needs, but really his mind and his everything was engulfed in these things, and there was no God in his life. ആ ഒരു മനുഷ്യൻ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മികച്ചവനെന്ന് കരുതുന്ന പണമുള്ള വലിയ നല്ല മികച്ചവനായ ഒരു മനുഷ്യൻ. എന്നാൽ അവന്റെ ഹൃദയം ഈ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. Bible condemns the people who think highly of themselves. തന്നെ കുറിച്ച് തന്നെ താൻ മികച്ചവനെന്ന് തോന്നുന്നവനെ കുറിച്ച് വേദപുസ്തകം വളരെ ശക്തമായ രീതിയിൽ അപലപിക്കുന്നു. Philippians chapter 2 verse 3 says, Paul reminds us, "Let nothing be done in selfish ambition or conceit, but in the lowliness of mind, let us esteem others better than ourselves." ഒന്നും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ചെയ്യാതിരിക്കുവാൻ, മറ്റുള്ളവനെ തങ്ങളെക്കാൾ മികച്ചവനായി എണ്ണുവാനായിട്ട് വേദപുസ്തകം ഫിലിപ്പി ലേഖനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. And Paul goes on to tell us to have the mind of Christ, who was God himself, and he himself made of no reputation. തന്നെത്താൻ താഴ്ത്തിയ ദൈവത്തിന് കർത്താവിന്റെ ഹൃദയമുള്ളവരാകുവാനായിട്ട് പൗലോസ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. It also highlights us to revisit who God is. If we know who God is, we certainly will have the humility. നാം അതോടൊപ്പം തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു, തീർച്ചയായിട്ടും ആരാണ് ദൈവം എന്ന് തിരിച്ചറിയുവാനായിട്ട്. നമുക്ക് ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്നു എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും താഴ്മ ധരിക്കുവാനായിട്ട് സാധിക്കും. This also incident highlights the fallacy of secular, the wisdom of this world. അതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ അർത്ഥമില്ലായ്മയെ കുറിച്ച് കാണിക്കുന്നു. Isaiah chapter 55 tells us, "For my thoughts are not the thoughts, nor are my ways your ways, says the Lord. For as heaven is as higher than the earth, so are my ways higher than your ways." യെശയ്യാ പ്രവചനത്തിൽ വ്യക്തമായി യെശയ്യാ പ്രവചനം ഇങ്ങനെ പറയുന്നു, "എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, നിങ്ങളുടെ ചിന്തകൾ എന്റെ ചിന്തകളും അല്ല" എന്ന് പറയുന്നു. It also shows that we have to see the world in the history of how God sees us, not as the world sees it. നമുക്ക് ലോക ചരിത്രം ദൈവം എങ്ങനെ നോക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണേണ്ടത്, മറിച്ച് നാം ലോകത്തെ എങ്ങനെ നോക്കി ചരിത്രത്തെ കാണുന്നു എന്നുള്ള രീതിയിലല്ല അത് കാണേണ്ടത്. In secular history, obviously the fall of Babylon had a lot of other reasons, but according to the scriptures, the fall of Babylon was because of the pride the king had. ലോക ചരിത്രത്തിലേക്ക് നോക്കിയാൽ ബാബിലോണിന്റെ നാശത്തിന് അനേകം കാരണങ്ങൾ കാണാം. എന്നാൽ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ബാബിലോണിന്റെ നാശത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ രാജാക്കന്മാരുടെ അഹങ്കാരമായിരുന്നു. When we look at Daniel in that passage, we see he's a great example of a man who lived in the center of civilization and continues to be humble in front of God. നാം ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ലോക സാംസ്കാരിക ഔന്നത്യത്തിന്റെ നടുവിൽ ജീവിച്ചിട്ടും തുടർച്ചയായിട്ട് ദൈവത്തിന്റെ മുന്നിൽ തന്നെ താഴ്ത്തിയ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Let's go to the next passage, Deuteronomy chapter 9 verse 10. It talks about the finger of God which initiates the covenant with his people. നമുക്ക് അടുത്ത വേദഭാഗത്തിലേക്ക് പോകാം. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വിരൽ തന്റെ ജനങ്ങളുമായിട്ടുള്ള ഒരു ഉടമ്പടി തുടങ്ങുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
It says in verse 9, verse 10, that the Lord delivered to me 2 tablets of stone written with the finger of God. On them there were all the words which the Lord had spoken to you on the mountain from the midst of the fire. ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ 2 കൽപ്പനകൾ യഹോവ എന്റെ പക്കൽ തന്നു. മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു. These were the rules that God had for his new covenant people. തന്റെ പുതിയ ഉടമ്പടി ചെയ്ത ജനങ്ങളോടുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ ആയിരുന്നു ഇവ. But we know the people of Israel failed to do that. എന്നാൽ നമുക്കറിയാം ഇസ്രായേൽ ജനം അതിൽ പരാജയപ്പെട്ടു. But again we see the grace of God evident throughout the scriptures. എന്നാൽ വീണ്ടും നമുക്ക് ദൈവത്തിന്റെ കൃപ വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Moses tells his people that they will enter the promised land. മോശെ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കും. Because God will go ahead of them as a consuming fire. ദൈവം അവർക്ക് മുൻപായി ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നുപോകും. You're not entering because of your own self-righteousness. നിങ്ങളുടെ സ്വയം നീതി കൊണ്ടല്ല നിങ്ങൾ അവിടെ പ്രവേശിക്കുന്നത്. You are receiving the land because of the wickedness of the people living in there. എന്നാൽ നിങ്ങൾക്ക് ആ സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ക്രൂരതകൾ നിമിത്തമാണ്. God will drive them away. ദൈവം അവരെ അവിടെ നിന്ന് ആട്ടി ഓടിക്കും. In verse 6 says, you are a stubborn people. You have provoked the Lord to wrath in the wilderness. From the time you were out of Egypt, you provoked the Lord. 6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനം അല്ലോ. In verse 7 says, at Mount Sinai, the Lord was ready to destroy these people. 7-ാം വാക്യത്തിൽ നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്കുക, മറന്നു കളയരുത്. മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുന്നവർ ആയിരുന്നു. You provoked the Lord. You destroyed the covenant principles. നിങ്ങളോടുള്ള ഉടമ്പടിയുടെ കൽപ്പനകൾ നിങ്ങൾ ലംഘിച്ചു. അതോടൊപ്പം തന്നെ നിങ്ങൾ ദൈവത്തെ കോപിപ്പിച്ചു. Moses spent 40 days, 40 nights and fasted to have the tablets of the covenant. 40 രാവും 40 പകലും ഉപവസിച്ച് നിയമകൽപ്പനകൾ ലഭിക്കുന്നതിനായി മോശെ ചിലവഴിച്ചു. But the people of Israel made idols when he came down from the mountain. എന്നാൽ ഇസ്രായേൽ ജനങ്ങൾ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശെ കണ്ടത് അവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതാണ്. Moses broke the tablets, but Moses continued to plead with God for another 40 days and 40 nights to forgive the people of Israel. മോശെ ആ കൽപ്പനകൾ ഉടച്ചു കളഞ്ഞു. എന്നാൽ മോശെ പിന്നീടുള്ള ദിവസങ്ങൾ 40 ദിവസങ്ങളോളം ദൈവത്തിന്റെ സന്നിധിയിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാപ്പിനായി യാചിച്ചുകൊണ്ടിരുന്നു. Lord was faithful and he continued to keep the covenant that is made with Abraham and Isaac. ദൈവം വിശ്വസ്തനായിരുന്നു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ചെയ്ത കൽപ്പനകൾ ദൈവം പാലിച്ചുകൊണ്ടിരുന്നു. But as New Testament believers, the law shows forth how depraved we are, how sinful we are. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഈ ന്യായപ്രമാണങ്ങൾ നമ്മളെ കാണിക്കുന്നത് നാം എത്രത്തോളം കുറവുള്ളവരായിരുന്നു അല്ലെങ്കിൽ പാപമുള്ളവരായിരുന്നു എന്നാണ്. These laws were exemplary because they were showing how we as people of God should live. ഈ ന്യായപ്രമാണം കാണിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള രീതിയിൽ നാം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. It says that we in Romans chapter 3:10 says all have sinned and fall short of the glory of God. റോമാലേഖനം 3-ാം അധ്യായം പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വം ഇല്ലാത്തവരായി തീർന്നു. In verse 3:19, Moses was a human mediator to reveal God's law to the people. 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം കാണുന്നു ദൈവമഹത്വം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു മാനുഷിക മധ്യസ്ഥനായിരുന്നു മോശെ എന്ന് കാണുന്നു. The law was a tutor to bring us to Christ, and that we might be justified by Christ. ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിങ്കിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ശിശുപാലകനായിരുന്നു നിയമം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. As receivers of the new covenant through Jesus, who is our mediator. പുതിയ നിയമത്തിന്റെ സ്വീകർത്താക്കൾ എന്നുള്ള രീതിയിൽ, ക്രിസ്തുവിലൂടെയുള്ള പുതിയ നിയമത്തിന്റെ സ്വീകർത്താക്കൾ എന്നുള്ള രീതിയിൽ in Hebrews 8:6 says, but now he has obtained a more excellent ministry, inasmuch as he is also the mediator of a better covenant, which was established on better promises. Jesus our mediator. ഈ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു മേത്തരമായ ഒരു കൽപ്പനയുടെ മധ്യസ്ഥൻ എന്ന് നാം വായിക്കുന്നു. In 1 Peter 1 verse 15 it says, but as we who has called you is holy, therefore we need to be holy in all our conduct. നമ്മളെ വിശുദ്ധരായി കണക്കാക്കപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം വിശുദ്ധരാകേണ്ടത് ആവശ്യമാണെന്ന് 1 പത്രോസിൽ നാം വായിക്കുന്നു. The law that we have is no more inscribed on tablets, it's inscribed in our hearts to the Holy Spirit.
നമുക്കുള്ള നിയമങ്ങൾ എന്ന് പറയുന്ന കൽപ്പനകളിലല്ല എഴുതപ്പെട്ടിരിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലാണ് അവ എഴുതപ്പെട്ടിരിക്കുന്നത്. The Lord wants us to be holy because He is holy. അവൻ വിശുദ്ധനാകുന്നത് കൊണ്ട് തന്നെ നാമും വിശുദ്ധരായിരിക്കുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. Always think about a teacher who's I had good teachers and I had always had bad teachers in school. എനിക്കെപ്പോഴും മികച്ച അധ്യാപകരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അത്ര മികച്ചവരല്ലാത്ത അധ്യാപകരും എന്റെ വിദ്യാലയത്തിലുണ്ടായിരുന്നു. There are good teachers who are exemplary in their subject that they taught, and they always used to say, if you want to excel in it, I can help you go through this and make you the best in this subject. നല്ല അധ്യാപകർ അവർ പഠിപ്പിച്ചിരുന്ന വിഷയങ്ങളിൽ വളരെ മികച്ചവരായിരുന്നു. അവർ പഠിപ്പിക്കുക പറയുമായിരുന്നു, നിനക്ക് ഇതിൽ മികച്ചവനാകാൻ ആഗ്രഹമുണ്ട് എങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നെ സഹായിക്കുവാൻ കഴിയും എന്ന് പറയുമായിരുന്നു. And there were teachers who basically said, well, this is too hard for you, you're not going to get through it, but I am the best, you might have a chance, you might pass through this. ആ അധ്യാപകർ പറയുമായിരുന്നു, ചിലപ്പോൾ നിനക്ക് ഇതിൽ കൂടെ കടന്നു പോകാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും സാരമില്ല, ഞാൻ ഈ കാര്യത്തിൽ മികച്ചവനാണ്, എനിക്ക് നിന്നെ സഹായിക്കുവാൻ സാധിക്കും. We have a God who is holy and He's able to direct us. He's always willing because He's our best mediator and He's always with us. വിശുദ്ധനായ ഒരു ദൈവം നമുക്കുണ്ട്, അവന് നമ്മെ നയിക്കുവാൻ കഴിയും, അവൻ നമ്മുടെ മധ്യസ്ഥനാണ്, അവൻ നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. In Hebrews 10:16 says, I'll put my law in the hearts and in the minds and I will write them. We are not alone. The Spirit of God always guides us. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എപ്പോഴും നയിക്കുന്നു, കൽപ്പനകൾ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. Finally, the finger of God shows forth in Luke chapter 11:10. It says that the finger of God destroyed the stronghold of Satan and ushers the kingdom of God. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ നാം അവിടെയും കാണുന്നു, ദൈവത്തിന്റെ വിരൽ സാത്താന്റെ ബലത്തെ തകർക്കുന്നു എന്ന് കാണുന്നു. അതോടൊപ്പം തന്നെ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. In verses Luke 11:20 it says, but I put demons with the finger of God. Surely the kingdom of God can come upon you. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യം, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു, സ്പഷ്ടം. This passage again talking about the finger of God. Jesus was healing a demonic man and Matthew says he was dumb and blind. ഈ വേദഭാഗവും ദൈവത്തിന്റെ വിരലിനെ കുറിച്ച് സംസാരിക്കുന്നു. യേശു കർത്താവ് ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ സൗഖ്യമാക്കുകയായിരുന്നു. മത്തായി സുവിശേഷത്തിൽ പറയുന്നു, അവൻ ഊമനും അതോടൊപ്പം തന്നെ അന്ധനും ആയിരുന്നു എന്ന്. But the passages then, somebody raised a question and they said, if these miracles are not done by God, but this was done by cast out demons by Beelzebub, the ruler of the demons. എന്നാൽ മറ്റു ചിലർ അതിൽ സംശയം പ്രകടിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞു, അത് ദൈവത്തെ കൊണ്ടായിരിക്കില്ല, ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണോ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തത് എന്ന്. In Matthew says these people were the Pharisees. In Mark it says they were the scribes. മത്തായി സുവിശേഷത്തിൽ പറയുന്നു അവർ പരീശന്മാരായിരുന്നു. മർക്കോസ് സുവിശേഷത്തിൽ പറയുന്നു അവർ ന്യായശാസ്ത്രിമാരായിരുന്നു എന്ന്. Beelzebub was the prince of all demons according to the tradition. He was called the Lord of Flies, a pagan god that was associated with Satan. സാത്താനുമായി ബന്ധിക്കപ്പെട്ട ഒരു പാഗൻ ദൈവമായിരുന്നു, അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ഒക്കെ തലവനായിരുന്നു ബെൽസെബൂൽ എന്ന് ചരിത്രം പറയുന്നു. We know that these comments were not made publicly to Jesus, but they were made privately, but Jesus was able to hear that. ഈ അഭിപ്രായങ്ങളൊക്കെ പരസ്യമായിട്ടായിരുന്നില്ല പറഞ്ഞത്, വളരെ രഹസ്യമായിട്ട് അവർ അന്യോന്യം പറഞ്ഞിരുന്നു. എന്നാൽ യേശു കർത്താവിന് അവയൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞിരുന്നു. He argues the point and says that if it is Satan who does, why would Satan fight among themselves? Because he will be destroying his own kingdom. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സാത്താനെ കൊണ്ടാകുന്നു ചെയ്യുന്നതെങ്കിൽ സാത്താൻ തമ്മിൽ തന്നെ എന്തുകൊണ്ട് ഛിദ്രിക്കുന്നു? അങ്ങനെയാണെങ്കിൽ അവന്റെ രാജ്യം നശിച്ചു പോകുകയില്ലേ? And he also, this practice of exorcism was very popular in Jewish time. So if that's the case, and all the rabbis who were doing it were going to be doing it, they will also be aligned to the devil themselves. യഹൂദ ചരിത്രത്തിൽ ഈ രീതിയിലുള്ള ഭൂതമൊഴിപ്പിക്കൽ വളരെ അധികം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ യഹൂദ മത നേതാക്കന്മാർ ഇങ്ങനെ ചെയ്തിരുന്നവരൊക്കെ സാത്താനെ കൊണ്ടായിരിക്കുമോ ഇതൊക്കെ ചെയ്തത്? Then he goes on to say, but I cast out demons with the finger of God. അതിനുശേഷം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വിരൽ കൊണ്ട്, ദൈവത്തിന്റെ ശക്തി കൊണ്ട് സാത്താനെ പുറത്താക്കുന്നു. Matthew uses the word the Spirit of God. ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ള പദം മത്തായി സുവിശേഷത്തിൽ കാണുന്നു. Jesus says this miracle is a representation or the arrival of the power of God's rule in the lives of people.
ജനങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന്റെ ശക്തിയെ കുറിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുന്നു. The rule comes through and from Jesus himself. യേശു കർത്താവിലൂടെ യേശു കർത്താവിനാൽ മാത്രമാണ് ഈ ഭരണം വരുന്നത്. It demonstrates God's victory over the devil. അത് ദൈവത്തിന്റെ സാത്താന് മേലുള്ള അധികാരത്തെ വിജയത്തെ കുറിക്കുന്നു. It also reveals that one day Jesus will come back and that will be fully manifested. അതോടൊപ്പം തന്നെ അത് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം യേശു കർത്താവ് മടങ്ങി വരും. അന്ന് അത് പരിപൂർണമായി ദൈവരാജ്യം വെളിപ്പെടും. In verses 21 it goes on to talk about this. It talks to Satan whose armor is being taken away and God overpowers him. 21 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമനെ കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെയിരിക്കുന്നു. അവനിൽ ബലവാനായവൻ വന്ന് അവനെ ജയിക്കുന്നു എന്ന് പറയുന്നു. And this verse, it's a sign that the kingdom of God has come. അത് ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. We as redeemed people, we have a hope. വീണ്ടെടുക്കപ്പെട്ടവരായ ജനങ്ങളായ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. In Colossians chapter 1:13, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ it says that he has delivered us from darkness and conveyed us from the kingdom of the Son of his love. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവ്. Our blessed hope is that there's nothing can separate us from the love of God. നമ്മുടെ സന്തോഷകരമായ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും വേർതിരിക്കുവാൻ സാധിക്കുകയില്ല. We await his return when all the days, when all these things that we see around us will be no more. നാം അവന്റെ മടങ്ങി വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ഈ കാര്യങ്ങളൊക്കെ മാറിപ്പോകും. In conclusion, let me just conclude with a couple of words quickly. ഞാൻ ഏതാനും വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. The finger of God, as the passage says, reveals through that God is in control and He is sovereign. ദൈവത്തിന്റെ വിരൽ എന്നുള്ളത് ഈ വേദഭാഗങ്ങളിലൂടെ നാം കണ്ടതുപോലെ ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അതോടൊപ്പം തന്നെ ദൈവമാണ് പരമാധികാരി എന്ന് നമ്മളെ കാണിക്കുന്നു. In this pandemic, we can in fact hold on to that great God. ഈ പകർച്ചവ്യാധിയുടെ മധ്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ആ വലിയ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ സാധിക്കും. It is also a wake-up call for us to not to rely on the things of this world and the securities of this world. അതോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് വിളിച്ചുണർത്തുന്ന ഒരു കാര്യമാണ്, നമ്മളെ ഒന്ന് ബോധ്യമാക്കി തരുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിൽ ആശ്രയിക്കരുത്, അതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ സുരക്ഷിതത്വത്തിൽ നാം പിടിക്കരുത് എന്നുള്ളത്. Let's fall back on God. Let's trust in Him. നമുക്ക് ദൈവത്തെങ്കിലൊന്ന് ചാരാം, ദൈവത്തെങ്കിലൊന്ന് ആശ്രയിക്കാം. As His covenant people, let's renew our relationship with our Lord. നമുക്ക് നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒന്ന് പുതുക്കാം. It was given to us by the finger of God. It was not something that was God set apart from us, but God through Christ gave us that covenant relationship. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു പ്രത്യേക ബന്ധം, ആ ഒരു ന്യായപ്രമാണ ബന്ധം നമുക്ക് ദൈവം ക്രിസ്തുവിങ്കിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് എന്ന് കാണണം. For a better perspective, the finger of God provides us an eternal hope that our lives are not to be reserved in this world. We have a hope, we have a heavenly home when our Lord shall come back again. നമ്മുടെ കർത്താവ് ഒരിക്കൽ മടങ്ങി വരുമ്പോൾ നമുക്കൊരു സ്വർഗീയ തീരമുണ്ട്, സ്വർഗീയ ഭവനമുണ്ട്, അതോടൊപ്പം തന്നെ നമുക്കൊരു നിത്യമായ പ്രത്യാശയുണ്ട് എന്ന് ദൈവാങ്കുലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. People are all afraid of death and what will happen in the future of their lives and their health, but we have a hope because our Lord has defeated death and Satan. നമുക്കൊരു നല്ല പ്രത്യാശയുണ്ട്. മറ്റു ജനങ്ങളൊക്കെ മരണത്തെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ ഭയപ്പെടുമ്പോൾ നമുക്കുള്ള ഒരു മനോഹരമായ പ്രത്യാശയാണ്. കാരണം നമ്മുടെ ദൈവം മരണത്തെയും സാത്താനെയും പരാജയപ്പെടുത്തിയവനാണ്, വിജയിച്ചവനാണ്. At this time, as we build on the hope, let's not be selfish. Let's look at the people outside who are desperate, who are seeking answers. Let's reach out to our neighbors. Let's give them the hope that we have experienced. നാം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാർത്ഥരാകാതെ നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ അയൽവക്കക്കാരോട് അടുത്തേക്ക് ചെല്ലാം. നാം ഈ നേടിയ ഈ പ്രത്യാശ നമുക്ക് അവരുമായി പങ്കുവയ്ക്കാം. May the Lord bless us with His word and give His peace in these hard times. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ കഠിനമായ സമയങ്ങളിൽ തന്റെ സമാധാനത്താൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. May His name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.